ഹലോ ഗൈസ്, ബർത്ത്ഡേ കാര്യം അതാ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഹലോ ഗൈസ്, ഇത് നമുക്ക് ബർത്ത്ഡേ അല്ല, ബർത്ത്ഡേൻ്റെ അന്ന് തന്നെയാണ് ചേച്ചിയുടെ ബർത്ത്ഡേൻ്റെ അന്ന് തന്നെയാണ് മോൻ്റെ കല്യാണം. അപ്പോൾ അവരെ ഭാഷയും കൂടി അല്ലേ ചേച്ചിയാ? അപ്പോൾ രാവിലെ തന്നെ അവർ കേക്ക് കട്ട് ചെയ്ത് ഒരു പോയി. ജീവാവും പപ്പി അവൻ്റെ മമ്മി പോയി. അവൻ്റെ മമ്മിക്ക് PSC ടെസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ വൈകിട്ട് വരും. അപ്പം നമ്മുടെ ചേച്ചീൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നുള്ളൂ. നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നുള്ളൂ ഗൈസ്. നമ്മളിപ്പോൾ കേക്ക് ഉണ്ടാക്കും. അപ്പം കാണാം. നമ്മൾ എന്ത് ഉണ്ടാക്കുന്നത് കുനാഫ പിസ്ത കേക്ക്. അപ്പൊ നമുക്ക് കാണാം കേട്ടോ. ബായ്. അമ്മ അമ്മ സുന്ദരക്കുട്ടിയായി വരെ കണ്ടു നിർത്തി. ഉണ്ടാ അമ്മക്ക് ഇഷ്ടമല്ല കേക്ക്. ഇല്ല, എടുത്തില്ല. ലഞ്ച് ആരും എടുത്തുണ്ടാവും. ഇപ്പൊ മാവല്ലേ. അമ്മ എന്താ കഴിക്കണേ? ചായ. ഹലോ ഗൈസ്, അപ്പം നമ്മള് കേക്ക് ഉണ്ടാക്കാൻ പോകാനെ ഞാൻ അയച്ചു. പെട്ടെന്ന് ഇതൊക്കെ ട്രേ ഒക്കെ റെഡി ആക്കി വെച്ചിരിക്കണം. അപ്പൊ നമുക്ക് കേക്ക് ഉണ്ടാക്കണല്ലോ പോയാലോ? കേക്ക് കുഞ്ഞാപ്പ കേക്കാണ് കേട്ടോ. എല്ലാരും വന്നോണ്ടിട്ടോ അയച്ചിന്റെ ബർത്ത്ഡേ ആയിട്ട്. പൊടി തട്ടി വെച്ച് 8 മുട്ട വെച്ച് നമ്മുടെ കേക്കിന്റെ ബാറ്റർ ഇവിടെ റെഡി. ഇനി നമുക്ക് പാത്രത്തിലൊക്കെ വെക്കാം. അങ്ങനെ നമ്മൾ കേക്കിന്റെ പണി ഇവിടെ കഴിഞ്ഞല്ലേ? നമ്മുടെ ബർത്ത്ഡേക്കാരിയാണത്. ഓവനൊക്കെ റെഡിയായി ഓഫായിട്ടോ. കേക്ക് ഓഫായി ഒക്കെ വടിച്ചിട്ടാണ്. കേക്ക് പൊന്തി വന്നാലോ ചിട്ടെത്തി കടലാസ് കട്ടത്തോടെ കേക്ക്. അപ്പം നമ്മൾ അടുക്കള ഇടംപോലെ പെട്ട് കിടക്കാൻ ഇതൊക്കെ പ്രത്യേക കേട്ടോ. ഇനി നമുക്ക് കേക്കായിട്ട് കാണാം. ഹലോ ഗൈസ്, നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നന്നായിട്ട് പൊങ്ങിയിട്ട് കുട്ടമ്മിനാറ് മരുന്ന് പൊങ്ങിയിട്ട് ഇനി കട്ട് ചെയ്യാം കേട്ടോ. കട്ട് ചെയ്തിട്ട്. ഹലോ ഗൈസ്, നമ്മുടെ വിപ്പിംഗ് ക്രീം ഒക്കെ അവിടെ അടിച്ച് ചേച്ചി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെ കേക്ക് ഇനി നമുക്ക് മുറിക്കാം. ഹലോ ഗൈസ്, നമ്മളൊക്കെ കട്ട് ചെയ്തത് റെഡിയാക്കി വെച്ചിരിക്കണം. 1 പീസ്, 2 പീസ്, 3 പീസ്, 4 പീസ്. മേലത്തെ ഭാഗം ഒഴിവാക്കി. ഹലോ ഗൈസ്, അപ്പം നമ്മൾ കേക്ക് ഒന്ന് സെറ്റ് ചെയ്യുക. ആദ്യം നമ്മളിതൊന്ന് ഫിറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ കണ്ടേ കറക്റ്റ് അല്ലേ? കറക്റ്റ്. ഇനി നമ്മളിതാ നമ്മളെ ഇത് നമുക്ക് ഒഴിച്ചേച്ച് കാണാം കേട്ടോ. അപ്പൊ നമ്മളിത് എല്ലായിടത്തിലാക്കിട്ടോ ഗൈസ്. ഇനി നമുക്ക് ഇട്ട് ഗൈസ് ക്രീം റെഡിയായി. ഇനി കുനാഫയിലും കൂടി ചക്കരച്ചോറ് മാതിരി ഉണ്ടല്ലേ ചേക്കാനാണ്. ഇത് ഞാൻ സെറ്റ് ചെയ്യട്ടെ കേട്ടോ. ഹലോ ഗൈസ്, കുനാഫ അങ്ങനെ ഇട്ടിട്ട് ഞങ്ങൾക്ക് സെറ്റായിട്ട് കിട്ടില്ല. അപ്പം നമ്മൾ ലേശം കൂടി ക്രീം ഇട്ടിട്ട് ക്രീമിൽ കുനാഫ സെറ്റ് ചെയ്യാൻ പോവാണ്. ഇറക്കി വിടും. ഹലോ ഗൈസ്, അപ്പം നമ്മൾ അതങ്ങനെ അടുത്ത ലെയർ നമ്മൾ എടുക്കാണ് ഗൈസ്. എൻ്റെ ചേച്ചിക്ക് മെല്ലെ സംസാരിക്കാൻ അറിയില്ല, അതുകൊണ്ട് മിണ്ടരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ. എൻ്റെ ചിരി കേൾക്കാം, അവളെ സംസാരം കേൾക്കാം. അപ്പം നമ്മളിതിങ്ങനെ ആദ്യം കൊണ്ടുപോയി നിൽക്കുകയാണ്. ഇത് കുനാഫയിൽ ക്രീം ഇട്ടടിച്ച് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനി കുനാഫ ഇത് കിട്ടോ ഇവിടെ അടിപൊളി ടേസ്റ്റ് കേട്ടോ ഗൈസ്. ഇതൊന്ന് തൊട്ട് നാമിൽ വെച്ചപ്പോൾ എന്നാ രസം. ഇട്ടോ
ഗൈസ് അടുത്ത സ്റ്റെപ്പ് വെക്കാൻ പോകുന്നു. നമ്മളെ മൂന്നാമത്തെ ലെയർ വെക്കാൻ പോവാണ്. കറക്റ്റിൽ വെച്ചു. ഓക്കെ, അതിന്റെ മോതിരൊക്കെ റെഡി பண்ண. ഹാപ്പി ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ട് വാടിപ്പോയി. ഞങ്ങൾ ചേച്ചിക്ക് ഞങ്ങൾ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾ നേരത്തെ കൊടുത്ത് ഇല്ലേ? കേക്ക് മുഴുവൻ എന്റെ ചെറിയ ചേച്ചിന്റെ വകയാട്ടോ. കേക്കിന്റെ സാധനങ്ങൾ മുഴുവൻ ചെറിയ ചേച്ചി വെച്ചിട്ട് നമ്മുടെ ചേച്ചി ഇട്ട മാക്സി ഞാൻ മേടിച്ചു കൊടുത്തതാണ്. ഹലോ ഗൈസ്, ഇതൊക്കെ അല്ല ഓക്കെ. ഇനി കഴിഞ്ഞിട്ട് കാണാന്ന് അറിയുന്ന പോലെ അറിയാം. ഒക്കെ വർത്താനം പറയാണ്ടൊക്കെ വയ്യ. ഒക്കെ വർത്താനം പറയാണ്ടൊക്കെ വയ്യ. ഈ സംസാരിച്ചോ? മിണ്ടണം, പക്ഷെ നമ്മുടെ യൂട്യൂബിന് വേണ്ടി സംസാരിക്കണം. നിങ്ങൾ വീട്ടു സംസാരം പാടില്ല. തങ്കമണിയെ ചോറ് പണിയല്ല. തങ്കമണിയെ അങ്ങോട്ട് വാ, വേവാ ഇവിടേക്ക് വെക്കുക ചേച്ചി. രസം കൂടി. ഇതാണ് കുനാഫ കേക്ക്. കുനാഫ കേക്ക് നമ്മുടെ ലാസ്റ്റുള്ള കുനാഫയിൽ ചേച്ചി ആ പൊടിച്ചിട്ട് മേലെ കട്ട് ചെയ്തിട്ട് കേക്ക് പൊടിച്ച് ഇനി ഇതുകൊണ്ട് എന്തോ ഒരു കുന്ത്രാണ്ടം ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ കലാവിരുത്. ഇനി നമുക്ക് ഇതൊക്കെ മിണ്ടിക്കോ അത് വെക്കച്ച്. അടുത്തത് ലാസ്റ്റ് ലെയർ നമ്മൾ വെച്ച് സെറ്റാണോ നോക്കിക്കാളും. ഇപ്പൊ നമ്മുടെ കേക്ക് കണ്ടോ നല്ല സുന്ദരിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത നമ്മള് ഈ ഷുഗർ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇനി ലാസ്റ്റ് ഫിനിഷിങ് പോയിന്റിലേക്ക് പോവാണ്. ഒക്കെ റെഡി ആയിട്ട് ഇനി ബാക്കി കാണാം. ഹലോ ഗൈസ്, നമ്മൾ താഴെ എനിക്ക് ചേച്ചിയുടെ പൈസ കുടിക്കണം. ഞാനിതാ വന്ന് എല്ലാവർക്കും തന്നെ നമ്മുടെ ചേച്ചീൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം നമ്മൾ പൈസ കുടിച്ചാലോ? വോ സൂപ്പറാട്ടോ. അപ്പോൾ ഇത് പിറന്നാളുകാരി നടന്ന് പായസം കുടിക്കണം. ചേച്ചി ആ കേക്ക് സെറ്റ് ചെയ്യാൻ അങ്ങോട്ട് എടുത്തോ. പേരൊക്കെ എഴുതണ്ടേ? ഹലോ ഗൈസ്, നമ്മൾ കേക്ക് ഡിസൈൻ ചെയ്യാൻ പോവാണ്. ഡിസൈൻ ചെയ്തിട്ട് കാണാം കേട്ടോ. ഒക്കെ ചെയ്യുന്ന ആള് ഞാനാണ്. ഹലോ ഗൈസ്, അപ്പം നമ്മുടെ കേക്കിൻ്റെ ഫിനിഷ് വർക്കിംഗ് കഴിഞ്ഞ് ഹാപ്പി ബർത്ത്ഡേ സുധ ചെരിച്ച് പിടിച്ചിട്ടാണ് നിങ്ങൾ ചെരിഞ്ഞതാണെന്ന് വിചാരിച്ചത്. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി. ഏറ്റെടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റിക്കോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഗൈസ്, മുന്തിരി വീഞ്ഞ് കഴിക്കുന്നു. മുന്തിരി വീഞ്ഞ് പായസം കുടിക്കുന്നു. ബർത്ത്ഡേ ആയിട്ട് ചേച്ചി ഇവിടെ ഗസ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ചേച്ചിന്റെ ചെറിയ മോള്. ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ ചേച്ചിന്റെ ബർത്ത്ഡേന്റെ കേക്ക് തുടങ്ങാൻ പോവാണ്. അപ്പൊ നമുക്ക് കട്ടിങ്ങിലേക്ക് പോയാലോ? വരും, എല്ലാവരും വന്നോളൂ. ഹലോ ഹലോ, നമ്മുടെ കേക്ക് ഡിസൈനൊക്കെ ഇങ്ങനെ അടിപൊളിയല്ലേ? നമ്മൾ ഇതിലും നല്ല കേക്കൊക്കെ ഡിസൈൻ ചെയ്തതായിട്ട് അതൊക്കെ ഞാൻ അതിലിടുന്നതായിരിക്കും ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. പ്രാവശ്യം ഞങ്ങളുള്ളതിനെ കൊണ്ട് അല്ലെങ്കിൽ അവിടെ കേക്കൊക്കെ ഉണ്ടാക്കലുണ്ടില്ല. പക്ഷെ ഇങ്ങനെ വൃത്തിയാറുണ്ടാവും ആരും അറിയാറില്ല എന്നുള്ളൂ. അവിടെ എപ്പോഴും ബർത്ത്ഡേ ആവശ്യം. അപ്പൊ നമ്മള് വീഡിയോ എത്രയുള്ളൂ. ബൈ ബൈ. ബൈ പറയും. ബൈ ബൈ.
ബൈ ബൈ അയ്മച്ചി ബൈ പറയേ. നല്ല രസമുണ്ട്. ഹലോ ഗൈസ്, നമ്മുടെ ഉണ്ണിയേട്ടൻ കൊണ്ടുവന്ന മുട്ടായി. അമ്മ മിൽക്ക് മേഡം. നിങ്ങൾക്ക് എന്തൊരു കോട്ടി മുട്ടായി പോലും കിട്ടില്ലേ?